ഹലോ എവ്രി വൺ, വെൽക്കം ടു മാജിക് ഹാൻഡ്സ് ഓഫ് ദീപ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് എൻ്റെ ഒരു ദിവസത്തെ ലഞ്ച് പ്രിപ്പറേഷനാണ് കേട്ടോ. അപ്പം നമുക്ക് ലഞ്ച് പ്രിപ്പറേഷൻ കാണാം. അപ്പം ഇന്ന് നല്ല കാലാവസ്ഥയാണ് കേട്ടോ. അപ്പം ഞാൻ അത് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നോക്കൂ, ഞാൻ നിങ്ങൾക്കൊരു സൂത്രം കാണിച്ചു തരാവേ. ഞാൻ കുറച്ച് പച്ചക്കറി നട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ മഴയത്തൊക്കെ ഒലിച്ചു പോയി. ഇനി ആകെ ഒരു തക്കാളി പിടിച്ചിട്ടുണ്ട്. നോക്കി നോക്കുക, അതിൽ തക്കാളി വന്നിട്ടുണ്ട്, 3-4 തക്കാളി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ മത്തനൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ മഴയത്തൊക്കെ മഴവെള്ളം വന്നിട്ടേ ചെടിയുടെ മേളിൽ കൂടെ ഒക്കെ ഒഴിച്ചു പോയിട്ട് ആകെ നശിച്ചു പോയി. അപ്പോൾ ഞാനത് പറിച്ച് കളഞ്ഞുകൊണ്ട് തക്കാളി ഉണ്ട്, 3-4 ഉണ്ട്. ഇതിൽ 2 പഴുത്തതുണ്ടായിരുന്നു, ഞാൻ പറിച്ചു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കണ്ടോ, നോക്കി നോക്കൂ, നല്ല ഭംഗിയുണ്ടല്ലേ. സ്കൂൾ ബസ്സൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ലഞ്ച് പ്രിപ്പറേഷൻ തുടങ്ങാം. അപ്പോൾ ഞാനിവിടെ മട്ടേരിച്ചോറാണ് വെക്കുന്നത്. ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ 2 സൈസ് ചോറ് വയ്ക്കും. ഒന്ന് പൊന്നിയരി, അത് ഏട്ടൻ അതേ കഴിക്കുള്ളൂ. അപ്പോൾ എൻ്റെ മോൾക്ക് അത് ഇഷ്ടമല്ല, അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് ഞാൻ മട്ടേരിച്ചോറ് വയ്ക്കുകയാണ്. അപ്പോൾ ഞാനിത് തിളപ്പിച്ചിട്ട് റൈസ് കുക്കറിൽ ഇറക്കി വെക്കും കേട്ടോ. അപ്പോൾ അത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു 1.5 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും വെന്തോളും. ഇനി നമുക്ക് കറി ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ഇന്ന് മീൻ കറിയാണ് ഉണ്ടാക്കുന്നത്, അയലക്കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് 4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണ നല്ല ചൂടാവുമ്പോൾ കടുകും പിന്നെ ഉലുവ ഇട്ട് കൊടുക്കുക. അപ്പോൾ അളവ് ഞാൻ ഇതിൻ്റെ മുകളിൽ എഴുതുന്നുണ്ട് കേട്ടോ, അപ്പോൾ നിങ്ങളത് നോക്കിക്കോളൂ. അപ്പോൾ ഞാനിപ്പോൾ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് ഒരു 1/4 സ്പൂണ് പിന്നെ ഉലുവ, ഞാനൊക്കെ കൈയളവാണ് ഇടുക കേട്ടോ. അപ്പോൾ കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഒന്ന് ഇതായിട്ട് വരുമ്പോൾ ചതച്ച് വെച്ച് പിന്നെ വെളുത്തുള്ളി, ചെറിയുള്ളി, ഇഞ്ചി അതൊക്കെ എല്ലാം കൂടി ഇട്ടിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിപ്പോൾ വഴറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാനിന്ന് പച്ചമുളകാണ് ചേർക്കുന്നത്. അപ്പോൾ അതൊരു പച്ചമുളക് നടുവേ കീറിയിട്ട് അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എന്നിട്ടൊന്ന് വേഗം ഇളക്കി കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ ചെറിയ ഒരു മീഡിയം തീയിൽ വെച്ചാൽ മതി. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണോളം ചേർത്തോളൂ കേട്ടോ. പിന്നെ നമുക്കതിലേക്ക് പൊടികൾ, ഇനി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ഞാൻ 1.5 സ്പൂണാണ്, നല്ല എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ 2 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊരു നല്ല കളറായിരിക്കും കേട്ടോ മീൻ കറിക്ക്. അപ്പോൾ അത് നമുക്ക് ചെറുതീയിൽ വെച്ചിട്ടൊന്ന് നല്ല ഇളക്കിയെടുക്കാം. പെട്ടെന്ന് ഇതാക്കണം കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇനി നമുക്കതിലേക്ക് കുടംപുളി ഇട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നും കൂടി ലൂസാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുടംപുളി ഇട്ട വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് അതൊരു ചെറിയ തീയിൽ വെച്ചിട്ട് മീഡിയം തീയിൽ വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കുക. തിളപ്പിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് ഇനി ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. കുറച്ച് ചാറ് കൂടുതൽ വേണ്ടി വരുമല്ലോ, ഇവിടെ പിന്നെ ചാറ് നല്ല വേണം. അപ്പം നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ച് കൊടുക്കാം. അപ്പം നല്ല തിള വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ഞാനിന്ന് മീൻ അയല മീനും ഉണ്ട്, പിന്നെ കൊഴുവ മീനും ഉണ്ട്, നത്തൾ പറയുമല്ലോ, അതുണ്ട്. അപ്പം ഞാനത് കുറച്ച് വറുക്കാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം മോൾക്ക് വറുത്തത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ അതിലേക്ക് 1 കിലോ നല്ല വൃത്തിയാക്കിയിട്ടുള്ള അയല ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് അയല വറുക്കാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് എല്ലാ പീസും നിരത്തി കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് വേവിച്ച് കൊടുക്കാം. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത് തവി ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. തവി ഇട്ടാൽ മുഴുവന് പൊടിഞ്ഞു പോവുള്ളൂ. അപ്പോൾ നോക്കി നോക്കൂ, നല്ല കളറായിട്ടുള്ളൊരു മീൻ കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ലാസ്റ്റ് ടേസ്റ്റ് ബഡ്സ് ചേർത്ത് കൊടുക്കുക. അത് ഉലുവ പൊടിച്ചത് ചേർത്ത് കഴിയുമ്പോൾ മീൻ കറിക്കൊരു പ്രത്യേക മണം വരും കേട്ടോ. നല്ല പിന്നെ കുത്തരിയുടെ ചോറും മീൻ കറിയും കൂടി ഉണ്ടെങ്കിൽ നല്ല സുഖമായിട്ട് ചോറുണ്ണാം. ഇനി ലാസ്റ്റ് ഇത്തിരി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുക. 1 ടീസ്പൂണോളം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫിഷ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്.
അയില മീൻ കറി. ഇനി അടുത്തത് മെഴുക്കുവരട്ടി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഞാൻ ഇവിടെ പയറാണ് മെഴുക്കുവരട്ടി വെക്കുന്നത് കേട്ടോ ഒന്ന്. അപ്പോൾ എൻ്റെ മോൾക്ക് പയർ ഇഷ്ടമാണ്. അപ്പോൾ പയർ മെഴുക്കുവരട്ടി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ സാധാരണ ഒടിച്ചെടുക്കുകയാണ് ചെയ്യണത് പതിവ്. പക്ഷേ ഇന്നിപ്പോൾ വീഡിയോയ്ക്ക് ആയത് കാരണം ഒത്തിരി നേരം ഒടിച്ചുകൊണ്ടിരിക്കാനുള്ള സമയം ഇല്ലാത്തതുകൊണ്ട് ഞാൻ വേഗം കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് വേഗം ഒന്ന് മുറിച്ചെടുത്തു. ഇനി അതിലേക്കൊരു സവോള, മീഡിയം സൈസ് സവോള ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കുക. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് കാന്താരി മുളകും ചേർത്ത് കൊടുക്കുക. ഞാൻ ഇവിടെ കാന്താരി മുളകാണ് അധികം. എൻ്റെ വീട്ടിൽ കാന്താരി മുളകൊക്കെ ഉണ്ട്. കാന്താരി മുളകും പിന്നെ കപ്പളങ്ങ, മത്തൻ്റെ എല്ലാം അങ്ങനെയുള്ള അത്യാവശ്യം ചെറിയ ചെറിയ പച്ചക്കറികൾ കൃഷിയൊക്കെ ഉണ്ട്. ഏത്തവാഴയുണ്ട്, ചേന, ചേമ്പ് അങ്ങനെയൊക്കെ ഉണ്ട്. ഇനി നമുക്ക് പാന് ചൂടായിട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുക് നല്ലപോലെ പൊട്ടിക്കഴിയുമ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വെജിറ്റബിൾ മുറിച്ച് വെച്ചിരിക്കുന്നത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ മെഴുക്കുവരട്ടി ഉണ്ടാക്കുമ്പോഴാണെങ്കിലും തോരൻ ഉണ്ടാക്കുമ്പോഴാണെങ്കിലും ഞാൻ ഒരു സവോള ചേർക്കും, അല്ലെങ്കിൽ ചെറിയ ഉള്ളി, സവോള ഇല്ലെങ്കിൽ ചെറിയ ഉള്ളി ചേർക്കും. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഇനി നല്ല മിക്സ് ചെയ്ത് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല ആവി കയറ്റിയിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ പിന്നെ അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സവോള ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്, അതിനാണ് ഞാൻ ചേർക്കണേ. അപ്പോൾ ഇത് ഏകദേശം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്നും കൂടി നമുക്കിതിൽ വെള്ളമയം ഉണ്ടല്ലോ, അതൊന്നിങ്ങനെ ഇങ്ങനെ നിവർത്തി വെച്ചിട്ട് ഒന്ന് വെള്ളം വറ്റിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ പയർ മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ അടുത്തത് മീൻ വറുക്കാൻ പോവുകയാണ്. ഇത് വലിയവർക്കുള്ള മീനാണ് കേട്ടോ, അതായത് മുളക് നല്ല ഇട്ടിട്ടുള്ള മീനാണ്. അപ്പോൾ ഞാൻ കുറച്ച് അയല ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു വറുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അയല പിന്നെ മോൾക്ക് ഇഷ്ടമാണ്, പക്ഷെ അവൾക്ക് ഞാൻ മുളക് പൊടി അധികം ഇട്ടിട്ടുള്ള മീൻ വറുത്തത് കൊടുക്കലില്ല. അവൾക്ക് ചെറിയ ഇതായിട്ടേ കൊടുക്കലുള്ളൂ. അപ്പം നമുക്ക് ഇനി ഇതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ മീൻ വറുക്കുമ്പോൾ നല്ല മണമാണ്, പിന്നെ മീനിന് നല്ല ടേസ്റ്റും ഉണ്ടാവും. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കരി അടി പിടിക്കില്ല മീൻ, പെട്ടെന്ന് നമുക്ക് മറിച്ചിടാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ള ഗുണങ്ങളുണ്ട് കറിവേപ്പില ഇട്ട് കഴിഞ്ഞാൽ. അപ്പോൾ നമ്മുടെ അയല വറുത്തതും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എൻ്റെ കുഞ്ഞിപ്പെണ്ണിനുള്ള മീൻ വറുത്തത് റെഡിയാക്കാം. അവൾക്ക് ഞാൻ നത്തൽ ഇങ്ങനെ ചെറുതായിട്ട് കാശ്മീരി മുളകും മാത്രം ഇത്തിരി ഇട്ടിട്ട് ആണ് വറുക്കുന്നത്. അപ്പോൾ തീരെ മുളകില്ലാണ്ട് കൊടുത്താലും പാടല്ലേ. അപ്പോൾ അത് കാരണം അതിൽ ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കതും ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ മോൾക്ക് നല്ല ക്രിസ്പി ആയിട്ട് വറുക്കുന്നതാണ് ഇഷ്ടം കേട്ടോ, അങ്ങനെ കുഴഞ്ഞിരിക്കുന്നത് അവൾക്ക് ഇഷ്ടമല്ല. അപ്പോൾ അവൾക്കുള്ള മീൻ വറുത്തതും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഏകദേശം ഇപ്പം ലഞ്ച് മീൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ചോറ്, അയില മീൻ കറി, പിന്നെ പയർ മെഴുക്കുവരട്ടി, മീൻ രണ്ട് കൂട്ടം മീൻ വറുത്തത്, പിന്നെ അതിൻ്റെ കൂടെ ഇഞ്ചിക്കറി ഉണ്ട് കേട്ടോ. അത് ഞാൻ ഇഞ്ചിക്കറിയുടെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചിക്കറി ഞാൻ ഉണ്ടാക്കി വെച്ചതിരിക്കും. എനിക്ക് ഇഞ്ചിക്കറി ഭയങ്കര ഇഷ്ടമാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഇഞ്ചിക്കറി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇഞ്ചിക്കറി ഞാൻ അതിൻ്റെ കൂടെ സൈഡിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിഭവങ്ങൾ. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണം കേട്ടോ. ഇതുണ്ടോ ഇഞ്ചിക്കറി, ഞാൻ ഇഞ്ചിക്കറിയും മീനിൻ്റെ കൂടെ ഇഞ്ചിക്കറി കൂട്ടാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്കിഷ്ടമാണ്, ഞാൻ കഴിക്കും. അപ്പം ഞാനിത് കഴിച്ചിട്ട് വരാവേ. അപ്പം നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീട്ടിൽ സന്തോഷമായിട്ട് ഇരിക്കുക. അപ്പോൾ എല്ലാവരും ഇത് ലൈക്കും ഷെയറൊക്കെ ചെയ്യണം കേട്ടോ, കമൻറ്റ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.